അല്ല പുട്ടില് നാളികേരം ഇഷ്ടമല്ല. അപ്പൊ ചിക്കൻ മസാല ചേർത്താൽ ചിക്കൻ്റെ ടേസ്റ്റ് വരും അമ്മ. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രാധാന്യം. പുട്ടും പപ്പടം വില്ലേജ് കുക്കിംഗ് ചാനലാണ്. നമ്മുടെ ഓഡിയൻസിനെ നോക്കും. നാളികേര ചമ്മന്തി എന്നൊക്കെ പറയാ. നല്ല ഭംഗിയായിട്ട് ഞാൻ കട്ട് ചെയ്തത് കണ്ടില്ലേ. പറഞ്ഞോ എന്താണ്? എന്തോ ഒരു വലിയ ഇൻഫർമേഷൻ ആണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലേക്ക് നാളികേരം എന്നൊക്കെ പറയുള്ളൂ. വേറെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ തേങ്ങാന്നേ പറയുള്ളൂ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മനസ്സിലായല്ലോ, ഞാൻ കിച്ചണിലാണ് നിൽക്കുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം വേറെ ഒന്നല്ല, എഗ് റോസ്റ്റ് ആണ് കേട്ടോ. എഗ് റോസ്റ്റ് ഒന്നോ മുട്ടക്കറിന്നോ മുട്ടയിട്ട കറിന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. ഞങ്ങളിവിടെ പലതും പറയാറുണ്ട്. സോ ഡിന്നർ ടൈമാണ്. അപ്പോൾ ചോറിനേക്കാളൊക്കെ നമുക്ക് ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലും പുട്ടോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നൊരു പുട്ടുണ്ടാക്കാം, പുട്ടിൻ്റെ കൂടെ എന്തെങ്കിലും മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. കാരണം അമ്മ വിത്തിൻ ഒരു 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. 5 മിനിറ്റൊക്കെ മതി കേട്ടോ, ധാരാളം. സിമ്പിൾ കറിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കൂടുതൽ ഞാൻ പറഞ്ഞ് ഇതാക്കുന്നില്ല. നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം, നമ്മുടെ പുട്ടും മുട്ടക്കറി സെക്ഷനിലോട്ട്. ഓക്കെ, ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ മുട്ട എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, തക്കാളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ സവോള. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഈ മുട്ട കട്ട് ചെയ്യുന്നതാണ്. അത് ഭയങ്കര ഒരു അടിപൊളി ടാസ്ക്കാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ മുട്ടയുടെ തോടൊക്കെ പൊളിക്കുന്നതും അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്മ എപ്പോഴും ചെയ്യുമ്പോഴും ഞാനാണത് ഏറ്റെടുത്ത് ചെയ്യാറ്. അപ്പോൾ നമ്മൾ 4 മുട്ട ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണം അതിൻ്റെ ഇടയിൽ എടുത്ത് കഴിച്ചു. അപ്പോൾ അത് കാരണം ഇപ്പോൾ 3 മുട്ടയേ ഉള്ളൂ. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും ഉള്ള കാരണം കൊണ്ട് 3 മുട്ട മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതേ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രൈ പാൻ. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചൂടായിരിക്കുന്ന നമ്മുടെ ഫ്രൈ പാനിലോട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കുഞ്ഞി 2 പച്ചമുളക് അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും ഇളക്കുക. പിന്നെ 2 വലിയ സവോളയാണ് ഇട്ടിരിക്കുന്നത്, അതും ഇളക്കി കൊടുക്കുക. സവോള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേഗം വാടിക്കിട്ടും. എന്നിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കുക. മസാലപ്പൊടികൾ ചേർക്കണം, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അടുക്കളയിൽ നിൽക്കുമ്പോൾ മുടി അയച്ചു തരുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അയച്ചിട്ടിരിക്കുന്നത്. വെരി സോറി. അല്ലേ, ആ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണെന്നാണ് അമ്മ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ബാച്ചിലേഴ്സും ഈ ഹോസ്റ്റലിലുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ 2 മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിലുള്ളോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കുറച്ച് സവോളയും കുറച്ച് തക്കാളിയും പിന്നെ വേപ്പില, നാളികേരപ്പാല്. നാളികേരപ്പാല് വേണമെന്നില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി നാളികേരപ്പാല് ഒഴിക്കണമെന്നുള്ളത്. പിന്നെ തിളപ്പിച്ചാറ് വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പുളിയ മുട്ടിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ടാൽ മതി. മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നാളികേരപ്പാല് മാൻഡേറ്ററി അല്ല കേട്ടോ, അത് നമ്മളിവിടെ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്. അമ്മ യൂഷ്വലി ചേർക്കാറുണ്ട്, അതാണ് കാര്യം. അല്ലാതെ അത് മാൻഡേറ്ററി സാധനമല്ല. അപ്പം നിങ്ങൾ നാളികേരം ഇല്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കരുത്. നമ്മുടെ നാട്ടിലേക്ക് നാളികേരം എന്നൊക്കെ പറയുള്ളൂ. വേറെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ തേങ്ങാന്നേ പറയുള്ളൂ. നമ്മൾ തൃശ്ശൂരുകാർ നാളികേര ചമ്മന്തി എന്നൊക്കെ പറയുക. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് നാളികേര ചമ്മന്തി, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട തേങ്ങ ചമ്മന്തി എന്ന് പറഞ്ഞാൽ പറയാനൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ നാളികേരം എന്നാണ് കേട്ടോ പറയുക. ഫ്രൈ പാനിൽ കിടന്ന് നന്നായി വാടിക്കൊണ്ടിരിക്കുന്ന സവോളയിലോട്ട് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക. വേപ്പിലയുടെ സ്വാദും മണത്തിൻ്റെയും കാര്യം എടുത്ത് പറയണ്ടല്ലോ. പിന്നെ അതിലോട്ട് ഒരു കുഞ്ഞി ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയ ടീസ്പൂണിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 വലിയ ടീസ്പൂണിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ മസാല അതൊരു കുഞ്ഞി ടീസ്പൂണിൽ ചേർത്ത് കൊടുക്കാം. അതിവിടെ വേറെ മസാല ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ചിക്കനിലേക്ക് വേണ്ടി മാത്രമല്ല ചിക്കൻ മസാല യൂസ് ചെയ്യുക. നമ്മളിവിടെ എഗ് ഉണ്ടാക്കുമ്പോഴും ചിക്കൻ മസാല യൂസ് ചെയ്യാണ് സംഭവം. നമ്മുടെ ഇവിടെ അത് അവൈലബിൾ അല്ല. ഗരം മസാലയും മീറ്റ് മസാലയും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ മസാല ചേർത്തു. ചിക്കൻ മസാല ചേർത്താൽ ചിക്കൻ്റെ ടേസ്റ്റ് വരും അമ്മ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പം പിന്നെ ഇത് എഗ് റോസ്റ്റാണ്. അതിലേക്ക് ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി അല്ലേ. ഓക്കെ, നമുക്കപ്പോൾ തക്കാളി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക.
തക്കാളി ആയി വരാൻ സമയമെടുക്കൂലേ? പറഞ്ഞോ, എന്താന്ന് എന്തോ ഒരു വലിയ ഇൻഫർമേഷൻ ആണ്, പറഞ്ഞോ. അതൊന്നുമില്ല, പൊടികൾ ഇട്ടിട്ട് നമ്മൾ വഴറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ ഓഡിയൻസിനൊന്ന് നോക്കും അമ്മ. പൊടികൾ ഇട്ടതിന് ശേഷം നമ്മളിത് തക്കാളി ഇട്ട് കഴിഞ്ഞാലേ തക്കാളിയുടെ ആ വെള്ളം കാരണം പൊടികൾ പെട്ടെന്ന് മൊരിഞ്ഞ് വരില്ലാന്ന്. ആ ഒരു വെള്ളത്തിന്റെ ഇതില് ഇങ്ങനെ വല്ലാണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. അത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇൻഫർമേഷൻസ് കുറെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതറിയാത്ത ഓഡിയൻസിന് ഇതും ഒരു ഉപകാരമായിരിക്കും അല്ലെ. നാളികേരത്തിന്റെ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് തമ്പാല്, ഇത്ര ക്വാണ്ടിറ്റി മതി. പിന്നെ ഇതാണ് രണ്ടാം പാല്. ഒരു നാളികേരത്തിന്റെ പകുതി, ഒരു മുറി നാളികേരാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഇതിലെടുത്തിട്ടുള്ള തമ്പാൽ എന്നാണ് ഒന്നാം പാലിന പറയാ അല്ലേ? അതെ, തമ്പാൽ എന്നാണ് ഒന്നാം പാലിന പറയാ, മറ്റേത് രണ്ടാം പാലാണ് കേട്ടോ. അപ്പൊ നമുക്ക് സമയം കളയാതെ അതിലോട്ട് ഒഴിക്കാം. നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മിളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ആ സമയം കൊണ്ട് പുട്ട് സെറ്റ് ചെയ്യാൻ നമ്മ പറഞ്ഞു. ഗോതമ്പ് പൊടിയാണ് അമ്മ എടുത്തിരിക്കുന്നത്. ഇവിടെ അരിപ്പുട്ടിനേക്കാളും ഇഷ്ടം ഞങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. പിന്നെ അത് ഹോട്ടലൊന്നുമല്ലോ, നമ്മുടെ വീടല്ലേ, അത് കാരണം നമ്മൾ കൈകൊണ്ടൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്. അമ്മ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. നാളികേരം നിറച്ച് കൊടുക്കുന്നു, അതിലോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നു. ഗോതമ്പ് പുട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. അതിൻ്റെ മുകളിൽ ടോപ്പിംഗ്സ് ആയിട്ട് കുറച്ച് ഭംഗിക്കല്ല, സെപ്പറേറ്റ് ആവാനല്ല പുട്ടിലേക്ക് പീര ചേർക്കുന്നത്. പുട്ടിൽ പീര വേണം. അതെ, പുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണം സാധാരണ, ഇത്ര വലിയ സംഭവമല്ല. പിന്നെ എനിക്ക് പേഴ്സണലി ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് അരിപ്പുട്ടായിരുന്നു മുന്നേ ഇഷ്ടം. പക്ഷേ കുറേ നാളായിട്ട് ഞാൻ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഗോതമ്പ് പുട്ട് കഴിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഗോതമ്പ് പുട്ടാണ് ഇഷ്ടം. ഗോതമ്പ് പുട്ടാണെങ്കിൽ ഞാൻ കഴിക്കുന്നത് അറിയില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ്. പുട്ടും പപ്പടം മാത്രം കൂട്ടി ഞാൻ കഴിക്കും കേട്ടോ. പുട്ടും പപ്പടം മാത്രം മതി എനിക്ക്. അല്ലെങ്കിൽ പുട്ടും പഴം പപ്പടം കൂട്ടി കഴിക്കും അല്ലേ? അതെ. അമ്മയ്ക്ക് ഏതാ ഇഷ്ടം? അമ്മയ്ക്ക് പുട്ട് പഴം കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എനിക്കും അച്ഛനും ചേട്ടനൊക്കെ ഇഷ്ടമാണ് പുട്ടും പഴമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അമ്മ ഇപ്പൊ ടേസ്റ്റ് നോക്കിയില്ലേ? ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉപ്പും കാര്യങ്ങളൊക്കെ സെറ്റാന്നാണ് പറയണത്. ഇനി ഇപ്പൊ നമ്മള് രണ്ടാം പാലാണ് ഒഴിച്ചിരിക്കുന്നത്, ഇനി ഒന്നാം പാൽ ഒഴിക്കണം. ഇപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി വേപ്പില ചേർക്കേണ്ട. വേപ്പില അമ്മയ്ക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇനി നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം അല്ല അമ്മ? മുട്ട ചേർത്ത് കൊടുക്കാം. അതാണ് സാധാരണ നമ്മൾ പുഴുങ്ങിയ മുട്ട അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഹോട്ടൽസിലൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചെയ്യുക. നമ്മളിവിടെ അത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഞാൻ കട്ട് ചെയ്തത് കണ്ടില്ലേ? ഇനി നമുക്കത് ചേർക്കാം കേട്ടോ. നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കളറ്, നല്ല രസമാണ് കാണാനായിട്ട്. ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഇതാക്കാണ് ചെറിയ ചെറിയ വണ്ട് ബ്ലാക്ക് കളർ പോലെ നമുക്ക് കുറച്ച് മസാലപ്പൊടി ഒന്ന് തൂടി കൊടുത്തതാണ്. ഞങ്ങൾക്ക് പുട്ട് കൂട്ടാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് പുട്ട് എടുക്കാം. പുട്ട് കൊടുക്കാം. നല്ല ആവി പറക്കണ പുട്ട്. സൂപ്പർ അല്ലേ നമ്മുടെ പുട്ട്? കണ്ടോ, നല്ല ആവി പറന്നുകൊണ്ടിരിക്കുന്ന പുട്ടാണ്. ആ നല്ല സ്റ്റീം, ഫേസിലൊക്കെ നല്ല സ്റ്റീം കൊടുക്കാനായിട്ട് ഉപകരിക്കും കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി പുട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാനുള്ള കാര്യങ്ങൾ, അതിന് കുറച്ച് പുട്ടും കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി സെറ്റായതിന് ശേഷം നമുക്ക് കഴിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഓ, നമ്മുടെ അടുത്ത സെക്ഷൻ ഓഫ് പുട്ടെത്തി. അങ്ങനെ നമ്മൾ 3 കുംഭം പുട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അല്ലമ്മ? സ്പെഷ്യലാട്ടാ, നാളികേരമില്ലാത്ത പുട്ടാണ്. അതെ, മാവ് മാത്രം മതി പുട്ടിന്റെ, നാളികേരം വേണ്ട. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളികേരത്തില് പുട്ടില് നാളികേരം ഇഷ്ടമല്ല, അതാണ് കാര്യം. അപ്പൊ അമ്മ എപ്പോഴും പറയും പുട്ട് നാളികേരം ഇല്ലാതെ എന്ത് ടേസ്റ്റ്. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമല്ല അതിൽ നാളികേരം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ ഇങ്ങനെ പറക്കിയെടുത്ത് കളയും. അപ്പോൾ എൻ്റെ പുട്ട് മാത്രം ഇതേ കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുക. ബാക്കി എല്ലാവരുടെ പുട്ടിലും നിറച്ച് നാളികേരം ഇട്ട് കൊടുക്കും. പക്ഷെ എൻ്റെ പുട്ടിൽ മാത്രം നാളികേരം ഇടില്ല. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭ്രാന്താ. ഞാൻ പറയാം അമ്മ എന്തിനാ അമ്മ ഇട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അലമ്പാക്കും. അത് കാരണം നാളികേരം ഇടാത്ത പുട്ട് എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ. ഇത് നമുക്ക് കഴിക്കാൻ നോക്കാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് ഇത്. അടുക്കളയിലുള്ള നമ്മുടെ സ്ലാബ്. നല്ല മുട്ടയിട്ട കറി. യെസ്, പാറ്റൊക്കെ പോകും. യെസ്, റെഡിയാണ് കേട്ടോ. കണ്ടോ, നല്ല ചൂട് പറക്കണ പുട്ടും
എഗ് റോസ്റ്റും ഓർ മുട്ടക്കറി എന്താണെങ്കിലും പറയാം. അപ്പോൾ ഞാൻ കഴിക്കാൻ നോക്കട്ടെ. എനിക്ക് ഭക്ഷണം മുന്നിൽ വന്നു കഴിഞ്ഞാൽ തീരെ ക്ഷമയുണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ വയലൻ്റ് ആവും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ. ഭയങ്കര ചൂട്. എൻ്റെ ഫസ്റ്റ് ബൈറ്റ് തന്നെ ഈ മുട്ടയില്ലാതെ പിന്നെ അത് കഴിച്ചിട്ട് എന്താ കാര്യം. സോ കുറച്ച് മുട്ട എടുത്തു. കൊള്ളാം. ഒരു മുട്ട പീസ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല, നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് നാളികേര പാലൊക്കെ ചേർത്തില്ലേ, അപ്പോഴാണ് അതിൻ്റെ ഭയങ്കര ഒരു ടേസ്റ്റ് വന്നത്. നന്നായിട്ടുണ്ട്. പിന്നെ കോതമ്പൂട്ടായതുകൊണ്ട് പറയാൻ വേണ്ടാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പപ്പടം ഉണ്ടാമ്മ, പപ്പടമല്ല പപ്പടം കൂടി ഉണ്ടായാൽ സൂപ്പറായാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ എന്താ അമ്മ മറ്റേ ചാനലിൻ്റെ പേര്? ഫിറോസ് ഖാൻ്റെ വില്ലേജ് കുക്കിംഗ് ചാനലാണ് അല്ലേ? വില്ലേജ് കുക്കിംഗ് ചാനലിലാണ് പയ്യൻ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് സീരിയസ്ലി. അധികം ലേറ്റ് ആകുന്നില്ല. സോ നല്ലൊരു സിമ്പിൾ എഗ് റോസ്റ്റും നല്ല ഗോതമ്പ് പുട്ടുമായിരുന്നു. ഡിന്നറാണ് കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ, നൈറ്റ് ടൈമാണ്, ഡിന്നർ ടൈമാണ്. അപ്പോൾ ചോറിനേക്കാളും നല്ലത് നൈറ്റിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ഈ വീഡിയോ, അമ്മയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്, ഞാൻ കുക്ക് ചെയ്യാറില്ല പൊതുവെ. ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ല, അമ്മയാണ് പൊതുവെ കുക്ക് ചെയ്യാറ്. ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മ ചെയ്തതുകൊണ്ടാണ്. സോ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. അതിനനുസരിച്ച് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.